എബ്രിഡ് ഷൈൻ്റെ സ്പാ എന്നുള്ള സിനിമ തിയേറ്ററിൽ കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നൽകുന്നത്. ഇതുപോലുള്ള ഒരു സിനിമ നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തിരക്കഥ, അതിൻ്റെ ഒരു 3 ആക്ട് സ്ട്രക്ചർ ഉണ്ട്. ഒരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ അതിൻ്റെ കോൺഫ്ലിക്റ്റ് പറയുക, അതിൻ്റെ സൊല്യൂഷൻ, ഇതായിരിക്കും ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് വരുന്നത്. ഈ 3 ആക്ട് സ്ട്രക്ചറിലായിരിക്കും എല്ലാ സിനിമയും വരുന്നത്. ഈ സിനിമയിൽ, അതായത് എബ്രിഡ് ഷൈൻ്റെ സ്പാ എന്നുള്ള സിനിമയിൽ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇദ്ദേഹം ഒരു സ്പായിലെത്തുന്നു. ആ സ്പായിലെ തെറാപ്പിസ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ ഈ സ്പായിലെ ജീവനക്കാരെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കോൺഫ്ലിക്റ്റ്, സൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു സിനിമ എടുത്തൂടെ എന്നുള്ളൊരു ഡയലോഗ് അവിടെ വരുന്നുണ്ട്. അത് തന്നെയാണ് എബ്രിഡ് ഷൈൻ ഈ സിനിമയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു സ്പായാണ്. ആ സ്പായിലെ റിസപ്ഷനിൽ നിൽക്കുന്ന 2 പെൺകുട്ടികളുണ്ട്. തെറാപ്പിസ്റ്റുകളായിട്ട് 5 6 പേരുണ്ട്. ഈ സ്പായിലേക്ക് വരുന്ന ഗസ്റ്റായിട്ട് വരുന്ന, അതായത് ഈ തിരുമിക്കാൻ വേണ്ടി വരുന്ന, ഹാപ്പി എൻഡിങ് പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ പുരുഷ സമൂഹം, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളോടൊപ്പം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയൊക്കെയാണ്. അത് ഒരു ദിവസം ഒരു സ്പായിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു സെക്ഷൽ മൊറാലിറ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ വളരെ ഓപ്പൺ മൈൻഡോടെ കണ്ടിരുന്ന ഒരു ജനതയായിരുന്നു നമ്മൾ. നമ്മുടെ ആ ഒരു ക്ഷേത്ര ചുവർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഖജുരാഹോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം. പിന്നീട് വിക്ടോറിയൻ ഇറ വന്നു. വിക്ടോറിയൻ ഇറ വന്നപ്പോൾ ഈ ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച ഒരു വിക്ടോറിയൻ മൊറാലിറ്റി ഉണ്ട്. ആ മൊറാലിറ്റിയിൽ ചിന്തിക്കുന്ന സമൂഹമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അപ്പം അങ്ങനെ സമൂഹത്തിന്റെ പല തട്ടിലുള്ള കുറേ ആളുകളുണ്ട്. ആ ആളുകൾ ആ സ്പായിൽ വരുന്നു. അതായത് പുറമെ സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഇരുട്ടുള്ള ഒരു മുറിയിൽ ഒരു സ്ത്രീയുടെ കൂടെ കിട്ടുമ്പോൾ അവരുടെ തനിനിറം പുറത്തു വരുന്നു എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ അനൂപ് മേനോന്റെ ഒരു പടം ഈ തനിനിറം എന്ന് പറയുന്ന ഈ ആഴ്ച തന്നെ റിലീസ് ആയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആ ടൈറ്റിലും ഈ സിനിമയ്ക്ക് ആപ്റ്റാണ്. പക്ഷെ സ്പാ ആണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഈ പല പല ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് അതിനകത്ത് വരുന്നത്. വേണമെങ്കിൽ ഒരു ആന്തോളജി എന്നുള്ളൊരു കൈൻഡ് ഓഫ് രീതിയിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ വരുന്നു, അവരുടെ ഒരു എപ്പിസോഡ്, ആ രീതിയിലേക്കാണ് ഈ സിനിമ പോകുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ രാഹുൽ മാധവിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളി മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു വലിയ സെലിബ്രിറ്റിയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സ്പൈയിലേക്ക് വരികയാണ്. അപ്പൊ ശ്രുതി മേനോൻ അവതരിപ്പിച്ച ആ ക്യാരക്ടറാണ് ഈ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് പുള്ളിക്കാരനെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരുടെ ഇടയിൽ വരുന്ന, അതായത് ഒരു സെലിബ്രിറ്റി ഇതുപോലെ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ പുള്ളി ഒരു വലിയ പാൻ ഇന്ത്യൻ ഫിലിം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളുടെ ഈ കണ്ടംപററി പൊളിറ്റിക്സിലെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ ആ ഒരു കൈൻഡ് ഓഫ് ജോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു എപ്പിസോഡായിട്ടാണ് അത് പോകുന്നത്. അതിനുശേഷം പിന്നീട് വരുന്നവര് ജോജിയിലെ ഒരു ബ്രദറായിട്ട് അഭിനയിക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ടല്ലോ. പുള്ളിക്കാരൻ വളരെ റൂഡായിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് പല കൈൻഡ് ഓഫ് ആൾക്കാരാണല്ലോ ഈ സ്പായിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെഗ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ചൊരു മീറ്റി റോള് എന്ന് കിട്ടിയിരിക്കുന്ന വിനീത് തട്ടലിനാണ്. വിനീത് തട്ടിൽ, രാധിക രാധാകൃഷ്ണൻ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു പോർഷൻസ് ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ, പുള്ളിക്ക് ഒരു മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ട്, പല്ലൊക്കെ ഇങ്ങനെ പൊന്തിക്കുന്ന രീതിയിൽ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ്, അതായത് ഉള്ളിലുള്ള ആ ഒരു കപട സദാചാരം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ പുറത്തേക്ക് വരുന്ന രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ പുള്ളി അത് നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആ ഒരു രാധിക രാധാകൃഷ്ണൻ, വിനീത്, ഇവർക്ക് ഒരു പാട്ട് വരെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലേക്കാണ് ആ കഥ പോകുന്നത്. അതൊരു നൈസായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു. പിന്നീട് മേജർ രവി വരുന്നുണ്ട്. അപ്പൊ മേജർ രവി പുള്ളിയുടെ കാണിക്കുന്ന സീൻ തന്നെ നൈസാണ്. അലക്സാണ്ടർ പ്രശാന്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ശ്രുതി മേനോനാണ്. അപ്പൊ ശ്രുതി മേനോന്റെ വളരെ നൈസായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴേക്കും ഇതൊരു വേറെ ജോണറിലേക്ക്, ഒരു ജോണർ ഷിഫ്റ്റ് ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്. എന്താ അങ്ങനെയെന്ന് എനിക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഈ എബ്രിഷൈൻ്റെ ഈ ഒരു ക്ലൈമാക്സിലേക്കുള്ള ഒരു ക്രാഷ് ലാൻഡിങ് പലപ്പോഴും പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും വരുന്നത്. അതായത് നൈസായിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പോൾ മലയാളിയുടെ കപട സദാചാരം, ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, ആ ഒരു മൊറാലിറ്റി, അതിനൊക്കെ എതിരേക്ക് സംസാരിക്കുന്ന രീതിയിലുള്ള കുറേ സെഗ്മെന്റിൽ കുറേ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇത് ഓരോ സെഗ്മെന്റ് ആയിട്ട് വരുമ്പോഴേക്കും ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേക്കും അശ്വിൻ്റെയും പിന്നെ വേറൊരു ഒരു സ്ത്രീ ക്യാരക്ടറും കൂടി വരുന്നുണ്ട്. ഇതിനൊക്കെ എല്ലാം കൂടി വന്നിട്ട് ഒരു ജോണർ ഷിഫ്റ്റ് ആണ് പിന്നെ നടക്കുന്നത്. എന്നിട്ട് പിന്നെ ഒരു വലിയൊരു ക്യാവോസ്, ആ രീതിയിലൊക്കെയാണ് പടം അവസാനിക്കുന്നത്. ആക്ച്വലി ഇത് നല്ല രീതിയിൽ എൻജോയബിൾ ആണ്. ഇതൊരു കുറേ സെഗ്മെന്റ് ആയിട്ട് കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതി അഡൾട്ട് കോമഡി, എൻ്റെ ഫേവറേറ്റ് ജോണറാണ് അഡൾട്ട് കോമഡി എന്ന് പറയുന്നത്. അഡൾട്ട് കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടാവുന്ന ഒരുപാട് സംഭവങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട്. കുറേ സീക്വൻസ്, കുറേ ഡയലോഗ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ബ്രേവ് അറ്റംപ്റ്റ് എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഇതുപോലുള്ള സിനിമകളൊന്നും അധികം ഇല്ല. കാരണം ഒരു മീറ്റർ അങ്ങോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആഭാസമായിട്ട് മാറും. ഇത് ആഭാസമാവാതെ കറക്റ്റ് മീറ്ററിൽ പിടിച്ച് ആ ഒരു അഡൾട്ട് കോമഡി എബ്രിക്ഷൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ആക്ട് എന്ന് പറയുന്നത് അത് കയ്യിൽ നിന്ന് പോയി. അത് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു ഫൺ വാച്ച് എന്നുള്ള രീതിയിൽ ചുമ്മാ തിയേറ്ററിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ജോളി അടിച്ച് ഒരു അഡൾട്ട് കോമഡി എന്നുള്ള രീതിയിൽ കാണാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയാണ്. സർട്ടിഫിക്കേഷനാണ് ഇത്. സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളായിട്ട് കാണാൻ പോകാൻ പറ്റാത്ത ഒരു സിനിമയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ മാർക്കോ അടക്കമുള്ള ഒരുപാട് സിനിമകൾ, മാർക്കോ മാത്രമല്ല, ഇപ്പോൾ ഡയസീരെ, എൻ്റെ വൈഫ് ഫാമിലിയൊക്കെ ആയിട്ട് പോയപ്പോൾ ഡയസീരെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു.
പേ സർട്ടിഫിക്കറ്റ് പടങ്ങൾക്ക് തിയേറ്ററിൽ കുട്ടികളെയും കൊണ്ട് സിമ്പിളായി ഈസി ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ നാട് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇതിനകത്തുള്ള കോണ്ടന്റ് എന്ന് പറയുന്നത് വയലൻസോ അല്ലെങ്കിൽ ഹൊററോ ഒന്നുമല്ല. സെക്ഷുവലി കുറെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ്സ്, പിന്നെ അതിന്റെ ഒരു അത് ന്യൂഡിറ്റിയോ അത്രയും കാര്യങ്ങളൊന്നും ആഭാസമായിട്ട് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു ആക്ട് ഉണ്ടല്ലോ, ആ ഒരു ആക്ട് ഇംപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള സീൻസ് കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും കുട്ടികളായിട്ട് പോകാൻ പറ്റിയ ഒരു സിനിമയല്ല. ആക്ച്വലി ഒരു ഫൺ വാച്ച് ആണ്. എനിക്ക് ഈ ഫൈനൽ ആക്ട് ഒഴികെ ബാക്കിയെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എവരി ഷൈൻ്റെ സ്പാ.